എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് ചെണ്ടക്കോലിൻ്റെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ചെണ്ടക്കോലിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ചെണ്ട കൊട്ടാൻ ഉപയോഗിക്കുന്നത് പതിമുഖം എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ കോലുകൊണ്ടാണ്. പതിമുഖം ആയാലും ഏത് മരമായാലും ഉണങ്ങിയ കമ്പ് ഏകദേശം ഒരു ഷേപ്പാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങി വളച്ച് വെച്ച് അത് ഉണങ്ങിയതിന് ശേഷം ചെത്തി നമ്മുടെ ചെണ്ടക്കും കൈക്കും റെഡിയാക്കിയിട്ടാണ് നമ്മൾ കോലുകൾ ഉണ്ടാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും സാർവത്രികമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതും പതിമുഖത്തിൻ്റെ കോലാണ്. ഇതാണ് പതിമുഖത്തിൻ്റെ കോല്. അത് പല ആ മരത്തിൻ്റെ മൂപ്പിനും ഇതും കണക്കായിട്ട് അതിൻ്റെ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ പതിമുഖത്തിൻ്റെ കോലിനുള്ള ഒരു ഗുണം, പതിമുഖത്തിൻ്റെ കോലിൻ്റെ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റിയാണ്. ചെണ്ടയിൽ നമ്മൾ കൊട്ടുമ്പോൾ പതിമുഖത്തിൻ്റെ കോല് നല്ല നാദം പുറപ്പെടുവിക്കുന്നതാണ്. അത്യാവശ്യം കനമുണ്ടാവും, പിന്നെ നല്ല സുഖമാണ് കൊട്ടാനും. പിന്നെ ഉപയോഗിക്കുന്ന ഒരു കോലാണ്, അതായത് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോലാണ് ചേരിക്കൊട്ട എന്ന് പറയും. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തെയ്യം കലാകാരന്മാർ വളരെയധികം ഉപയോഗിക്കുന്നൊരു കോലാണ് ചേരിക്കൊട്ടയുടെ കോല്. ഇപ്പോൾ നമ്മുടെ വാദ്യകലാകാരന്മാരും തായമ്പ കലാകാരന്മാരും ഒക്കെ അനവധിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചേരിക്കൊട്ടയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമുഖത്തെ അപേക്ഷിച്ച് വളരെയധികം കനം കുറവാണ്. നാദത്തിലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ചേരിക്കൊട്ടയുടെ അത്ര എല്ലാം തോന്നുന്നു എനിക്ക്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ പക്ഷെ കൊട്ടാൻ വളരെ സുഖമാണ്, കനം നന്ന കുറവാണ്. പിന്നെ വളക്കാനും നീർക്കാനും ഒക്കെ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ നല്ല ഫിനിഷിങ്ങും ഉണ്ടാകും കോലിന്. പതിമുഖവും ചേരിക്കൊട്ടയും കൂടാതെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് അലരി, മന്ദാരം, പിന്നെ പുളി, അതുപോലെ മുളങ്കോല്, ഇങ്ങനെയൊക്കെയുള്ള കോലുകളാണ് സാധാരണ ഉപയോഗിച്ച് കാണാറ്. അലരിയും മന്ദാരമൊക്കെ കിട്ടാൻ മരം അത്ര, ഈ ചേരിക്കൊട്ട, അലരി, മന്ദാരം, പതിമുഖം ഇങ്ങനത്തെ മരത്തിനൊക്കെയുള്ള ഒരു പ്രത്യേകത, ആ മരത്തിൻ്റെ നടുക്ക് ഒരു പിന്നെ നമ്മൾ വയറ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നാലായിട്ട് കീറിയാൽ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ചെണ്ടക്കോലാക്കാൻ പറ്റും. നേരെ അതിൻ്റെ കമ്പ് കൊണ്ടാക്കാൻ പറ്റില്ല, അതിൻ്റെ നടുക്ക് ആ വയറിലുകൊണ്ട് പൊട്ടിപ്പോകും. അപ്പോൾ അത് ഈ മരത്തിനെല്ലാം ഉള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ അലരിയൊക്കെ അത്ര സൈസിൽ, അത്ര വണ്ണത്തിലുള്ള മരം, ഇത്ര വണ്ണത്തിലുള്ള മരങ്ങൾ കിട്ടണം, എന്നാലേ 4 പീസാക്കാൻ കഴിയും. അപ്പോൾ അത്ര വണ്ണത്തിലുള്ള മരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഈ പതിമുഖമൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. മരുന്ന് കടയിലൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല റേറ്റിലാണ് പതിമുഖം. കോലിനൊക്കെ ഏകദേശം ഇപ്പോൾ ഒരു 500 അതിൻ്റെ മുകളിലൊക്കെ റേറ്റ് വരുന്നുണ്ട് ഓരോ കോലിനും. നല്ല പ്രൊഫഷണൽ കോലുകൾക്ക്, അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് കോലുകളുണ്ട്. പിന്നെ അതുപോലെ ഈ പുളീൻ്റെ കോല് അത്യാവശ്യം കനമുണ്ടാവും. അത് പിന്നെ അധികം ആളുകൾ ഉപയോഗിച്ചിട്ട് കാണാറില്ല. വലന്തല പിടിക്കാനും വീക്കൻ ചെണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് കാണാറുള്ളൂ. പിന്നെ ഉള്ളത് മുളങ്കോലാണ്. മുളങ്കോല് അതുപോലെ ഏറ്റവും നല്ല നാദം പുറപ്പെടുവിക്കുന്ന ഒരു കോല് തന്നെയാണ്. കനവും കുറവാണ്. പക്ഷെ മുളങ്കോലിനുള്ള ഒരു പ്രശ്നം, മുളയുടെ കോലിൻ്റെ ഈ വളവ് ഭാഗത്ത്, ഈ ഭാഗത്ത് അതിൻ്റെ തൊലി അങ്ങനെ തന്നെ വെച്ചിട്ടാണ് കോല് ഉണ്ടാക്കുക. പക്ഷെ ആ തൊലി അവിടുന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നാര് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. മുളയുടെ ഒരു അയർ എന്ന് പറയുന്നൊരു സംഭവമില്ലേ, കൈക്കൊക്കെ തറക്കും നമുക്ക്, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ചെണ്ടക്ക് പരിക്ക് ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മുളങ്കോല് ഉപയോഗിക്കൽ കുറവാണ്. കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചപ്പങ്ങത്തിൻ്റെ അഥവാ പതിമുഖത്തിൻ്റെ കോല് തന്നെയാണ്. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ദാഹശമിനിയൊക്കെ ആയിട്ട് മിക്കവാറും നമുക്ക് കിട്ടുന്ന സാധനമില്ലേ, പതിമുഖത്തിൻ്റെ ദാഹശമിനി. അപ്പോൾ ആ മരമാണ് പതിമുഖം.
ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. സന്തോഷം.